എപ്പിസോഡോട് ഈ പേപ്പർ അങ്ങോട്ട് തീരുകയാണ്. യൂണിറ്റ് 13ഉം യൂണിറ്റ് 14ആണ് നമ്മൾ ഇന്ന് പരാമർശിക്കുന്നത്. ഇതോടുകൂടി ഇതിലെ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും എക്സ്പ്ലനേഷൻ കഴിയും. ഇതിപ്പോ ജപ്പാൻ 19ാം നൂറ്റാണ്ടിൽ നേരത്തെ അറിഞ്ഞു തൊക്കുഗാവ ജപ്പാൻ ഹാഡ് ഒരു സമയത്തും കട്ട് ഓഫ് ചെയ്ത് വെസ്റ്റേൺ പാശ്ചാത്യരുമായിട്ടുള്ള ഒരു കട്ട് ഓഫ് ചെയ്ത റീസണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള റിലേഷൻസ് വെച്ചിട്ട് കൊറിയയും ജപ്പാനും അതേമാതിരി ഇക്വാളിറ്റി ചൈനയായിട്ട് എടുക്കാൻ ശ്രമിക്കുന്നു. അതിനുശേഷം വെസ്റ്റേൺ രാജ്യങ്ങൾ വളരെ കാര്യമായിട്ട് ശ്രമിക്കുകയും അവര് വെസ്റ്റേൺ ഇമ്പീരിയലിസം കൊണ്ടുവരാനുള്ള ശ്രമം എടുക്കുകയും ചെയ്യുന്നു. ഇതിൽ കൂടെ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു തോന്നൽ വന്നത് വെച്ചാല് സബ്ജുഗേഷൻ എന്ന് പറഞ്ഞാൽ അടിമപ്പെടുക. ഇപ്പൊ ഇവരുടെ ഒളിഗാർക്കി ഗവൺമെന്റ്, അതായത് പണക്കാര ആൾക്കാര് ഗവൺമെന്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ആണ് നമ്മൾ കണ്ടുപോയത്. അപ്പൊ അവിടെ വരുമോ എന്നുള്ള ഒരു പേടി. പിന്നെ മാർക്കറ്റ് ഉണ്ട്, സപ്ലൈ മെറ്റീരിയൽസ് വരും. ഇതൊക്കെ എക്സ്പാൻഷൻ, ജപ്പാന്റെ എക്സ്പാൻഷൻ പോളിസികളിൽ ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട് നമ്മള്. ഫ്യൂഡർ മിലിറ്ററി വാല്യൂസിനും പേടിയുണ്ട്. ഇതിപ്പോ ഇങ്ങനെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബാക്കിയുള്ളവർ പറയുന്നത് പലരുടെ അഭിപ്രായങ്ങളാണ്. കപ്പാസിറ്റി, അതായത് മൂലധനമില്ല, ജപ്പാൻ അക്യുമുലേറ്റ് ചെയ്യാനും റിസോഴ്സസ് നെസറി ആയിട്ടുള്ളതില്ല. അങ്ങനെ പിന്നെ നാഷണൽ ലെവലിൽ നമ്മളുടെ നേഷൻ എന്നുള്ളതിൽ പോണം. അപ്പൊ അടിമയാകാൻ താല്പര്യമില്ല. ഇമ്പീരിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ മേൽ നമ്മൾ ആധിപത്യം സ്ഥാപിക്കുക. അപ്പൊ ഗ്രേറ്റ് ബ്രിട്ടൻ ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇതിനെപ്പറ്റിയുള്ള ഒരു അഭിപ്രായം ആർക്കും നല്ല വിധത്തിൽ ഇല്ല. ലെനിനൊക്കെ ഇതിനെ എലാബറേറ്റ് ചെയ്തിട്ട് മൊണോപ്പൊളിയാണ്, ക്യാപിറ്റലിസത്തിന് പിടിച്ചെടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ക്രിട്ടിക്കലായിട്ട് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇവിടെ മൂന്ന് സ്റ്റേജസിലാണ് നമ്മൾ റോബിൻസണും ഗാൽഗറും പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തത് ഫ്രീ ട്രേഡിന്റെ പോളിസികളില് ഫസ്റ്റ് സ്റ്റേജ് വന്ന മെർക്കന്റലിസ്റ്റ് ഇമ്പീരിയലിസം. ആദ്യം അവര് ബിസിനസ് എന്നുള്ള ലെവലിലേക്ക് ഹോം കൺട്രിയിൽ കയറി പൊളിറ്റിക്കലായിട്ട് ആയിരുന്നു. രണ്ടാമതായിട്ട് ഫ്രീ ട്രേഡിനുള്ള ഡിമാൻഡും അതുവഴി ട്രേഡിനെ ഗ്രേറ്റർ ഇമ്പോർട്ടൻസിൽ കൊണ്ടുവരുന്നത്. അത് വളരെ സ്മാർട്ടായിട്ട് ഗ്രേറ്റ് ബ്രിട്ടൻ ചെയ്യുന്നുണ്ട്. മൂന്നാമത് ലാറ്റിൻ അമേരിക്കൻ ഇതിലെ പ്രൊട്ടക്ടറേറ്റിലെ ഇൻഫ്ലുവൻസ് അതും ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ എക്സ്പാൻഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എംപയർ ആയിട്ട് മാറുന്നത്. എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ ജോസഫും ബാക്കിയുള്ളവരും പറയുന്നത് എന്താ വെച്ചാല് എക്സ്പാൻഷനുള്ള റീസൺ ഇമ്പീരിയലിസം. കാർട്ടൺ പറയുന്നു എന്തുകൊണ്ട് അവര് ഡിക്രീസ് നാഷണൽ പ്രസ്റ്റീജിനെ അടിച്ചമർത്തുന്നു. ജോസഫ് പിന്നെയും പറയുന്നു ഇക്കണോമിക് സിസ്റ്റവും റാഷണൽ ആയിട്ടുള്ള ഇക്കണോമിക് സിസ്റ്റവും ക്യാപിറ്റലിസവും എക്സ്പാൻഷൻ കൊണ്ടുവരുമ്പോഴത്തേക്കും അവിടെ ഒരു പ്രീ ക്യാപിറ്റലിസ്റ്റ് ഫോഴ്സസ് വരും. അപ്പോൾ ഈ മിലിറ്ററിയും ലാൻഡ് സ്വന്തമായിട്ടുള്ള അരിസ്റ്റോക്രസിയും എല്ലാവരും അവരുടേതായ തരത്തിൽ കൺട്രോൾ ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പൊ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ് എന്ന് വെച്ചാൽ എന്തിനാ വേണ്ടിയിട്ട് പലരും പല വിധത്തിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പോ ജപ്പാന്റെ ടെറിട്ടറീസ് എക്സ്പാൻഷൻ വരുന്നത് 1894. സമുറായിസ് അവർക്ക് അവരുടേതായ ഒരു കൺട്രോൾ വേണം. ചൈനീസിന്റെ മെയിൻലാൻഡിലും വൈറ്റ് ഇമ്പീരിയലിസം ഫൈറ്റിന് വേണ്ടി. പിന്നെ ജപ്പാൻ ആണെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എക്സ്റ്റൻഷൻ മുഖാന്തരം അൺഈക്വൽ അലയൻസസ് ഗ്രേറ്റ് ബ്രിട്ടനുമായിട്ടുള്ള അത് വേണ്ടാന്ന്. പിന്നെ റഷ്യ ജാപ്പനീസ് വാർ വരുമ്പോഴത്തേക്കും പ്രിമിറ്റീവ് ആയിട്ടുള്ള ക്യാപിറ്റലിസ്റ്റ് അക്യുമുലേഷൻ പഴയ തരത്തിലുള്ളത് വേണ്ട, എക്സ്പാൻഷൻ വന്നിട്ട് ഫൈനാൻസ് ക്യാപിറ്റലിസം എന്നുള്ളതാണ്. പിന്നെ നമുക്ക് കാണുന്നത് റഷ്യ ജാപ്പനീസ് വാറില് ജപ്പാൻ വളരെ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയും സോഷ്യൽ ബേസിസിന്. അപ്പോ മീജി റെസ്റ്റോറേഷൻ പീരീഡിലും ഈ റെവല്യൂഷണറി ഐഡിയാസും ഒക്കെ വന്നിട്ട് ഫ്യൂഡൽ റിലേഷൻഷിപ്പും പർച്ചേസിങ് പവറും അതേമാതിരി തന്നെ മാർക്കറ്റ്സും ജാപ്പനീസിന്റെ ഇമ്പീരിയലിസം ഒരു പഴയ ടൈപ്പാണ്, റോ മെറ്റീരിയൽസ് വഴി എക്സ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അവർ പറഞ്ഞുകൊണ്ടുവരുന്നത്. എംപററിന്റെ സിസ്റ്റം അല്ലെങ്കിൽ എംപറർ സിസ്റ്റം ഐഡിയോളജി അവര് ആദ്യമേ പറയുന്നുണ്ട്. അബ്സല്യൂട്ടിസ്റ്റ് ആയിട്ട് സിംഗിൾ ക്ലാസ്സിന് ഡോമിനേറ്റ് ചെയ്യാൻ പാടില്ല. അലയൻസ് ഓഫ് ദി ബ്യൂറോക്രസി, ബൂർഷയും ലാൻഡ് ലോർഡും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന എംപററുടെ കൺട്രോളിൽ വേണം എന്നുള്ളതാണ് അവരുടെ സിസ്റ്റം. ദാറ്റ് ഈസ് ഐഡിയോളജി. അതിനുശേഷം അവര് ജാപ്പനീസും വെസ്റ്റേൺ ഇമ്പീരിയലിസത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ
ക്രൂസലായിട്ട് ഒരു ടേണിംഗ് പോയിന്റ് വരുന്നത് റഷ്യ ജാപ്പനീസ് വാർ ടൈമിലാണ്, ക്യാപിറ്റലിസ്റ്റ് സ്റ്റേജിൽ. അവിടെ നിന്ന് വെസ്റ്റേൺ പ്രഷർ കാരണം വേറൊരു കൺട്രീനെ ഇമ്പീരിയലിസ്റ്റ് ആക്കുന്നു. റഷ്യ ജാപ്പനീസ് വാർ ടൈമില് ജപ്പാൻ പാർഷ്യലായിട്ട് വെസ്റ്റേൺ പവേഴ്സിന് ഒരു കുറച്ച് തുറന്നു കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടെ അവര് സപ്പോർട്ട് ചെയ്യും. അതിന്റെ കൂടെ തന്നെ മിലിറ്ററിയും അതിന്റെ ഇൻഫ്ലുവൻസ് വന്നു. അപ്പൊ അങ്ങനെ സൈബർ ടു ബെനിഫിറ്റ് ചെയ്തപ്പോഴത്തേക്കും എപ്പോഴും വരുന്നില്ല ജാപ്പനീസിന്റെ ഇമ്പീരിയലിസത്തിനെ നമ്മൾ പറയുന്നത് ഒരു അവിഹിത ചൈൽഡ് ആയിട്ട് നമുക്ക് കണക്കാക്കാം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇനി ഡാർവിനിസ്റ്റ് ഐഡിയാസ് എന്ന് വെച്ചാൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, അതേമാതിരി ഐഡിയാസ് എപ്പോഴും സർവൈവ് ചെയ്യണം നമ്മൾ ആദ്യം. ആ സർവൈവലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരിക. എക്കണോമിക്കലായിക്കട്ടെ മിലിറ്ററി വിധത്തിലായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ സർവൈവ് ചെയ്യണം. വെസ്റ്റേൺ ഫേമുമായിട്ടും എക്കണോമിക് റീസസിലും ജപ്പാന്റെ എക്സ്പാൻഷനും വഴിയും നമ്മൾ പിടിച്ചു നിൽക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇന്റർനാഷണൽ ഫ്രെയിംവർക്ക് വഴി 1929-30 ട്രേഡും എക്കോണമിയും. അപ്പൊ ഇത് ജപ്പാൻ റിജക്ട് ചെയ്യുന്ന ഐഡിയ ആണെങ്കിൽ കൂടിയും വെസ്റ്റേൺ പവേഴ്സ് അതിനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജപ്പാന്റെ അടുത്ത ഒരു പ്രശ്നം വന്നത് മാർക്കറ്റാണ്. റോ മെറ്റീരിയൽസും അതേമാതിരി സർപ്ലസും വന്നു കഴിഞ്ഞാൽ പോപ്പുലേഷനെ കാട്ടില് സർപ്ലസ് ആവുന്നു. അങ്ങനെ ഈ കോ പ്രോസ്പെറിറ്റി സ്പിയർ ഉണ്ടാക്കുകയും അത് വാറിലേക്ക് പോവുകയും ചെയ്തു. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു പവർഫുൾ ആയ റിച്ച് കൺട്രി, ധനികനായ കൺട്രിക്ക് സ്ട്രോങ് ആയ ആർമി ഉണ്ടാവണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ധനികനായാൽ മാത്രമേ സ്ട്രോങ് ആയ ആർമി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പൊളിറ്റിക്കൽ ഡെമോക്രസി വഴിയും അതേമാതിരി തന്നെ പൊളിറ്റിക്കൽ ഓർഡർ വഴി മിലിറ്ററിനെ സ്ട്രോങ് ആക്കുക, അതേവഴി പ്രഷർ മിലിറ്ററി വഴി ഉപയോഗിക്കുക. പിന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഈ എല്ലാ ഐഡിയാസും ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കൊണ്ടിരിക്കുക. അതുകൂടാണ്ട് എംപററിന്റെ അല്ലെങ്കിൽ ചക്രവർത്തിയുടെ ഉപദേശം അനുസരിക്കുക. അപ്പൊ പൊളിറ്റിക്കൽ പേട്രിയോട്ടിസം എന്നുള്ളതാണ് മിലിറ്ററിക്കാരുടെ ഉദ്ദേശം. അൾട്രാ നാഷണലിസ്റ്റ് ആണ്. ഒരു പീപ്പിൾസ് റൈറ്റ്സ് മൂവ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഇതിനു മുമ്പൊക്കെ. ഇതിൽ കൂടി അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുക, ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ സ്ട്രക്ചർ വഴി അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കൊറിയൻ നാഷണലിസ്റ്റും ബാക്കിയുള്ളവരൊക്കെ ഒരു ഡിമാൻഡ് വരുന്നുണ്ട്, കൊറിയനെ ഇൻവൈറ്റ് ചെയ്യണോ വേണ്ടയോ. അപ്പൊ അങ്ങനെ വന്നപ്പോൾ കൊറിയനെ ഇൻവൈറ്റ് ചെയ്യുക, അറ്റാക്ക് ചെയ്യുക, ഒരു ഡിബേറ്റ് വെക്കുകയാണ്. ആ ഡിബേറ്റിൽ കൂടെ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള സമുറായിക്ക് അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ജോലിയില്ലാത്ത സമുറായിക്ക് ഒരു ട്രഡീഷണൽ മോണോപ്പൊളി, മിലിറ്ററിന്റെ മേലെ അധികാരം വരുത്തുക, യൂണിവേഴ്സലായിട്ട് സബ്സ്ക്രിപ്ഷണൽ ലോ കൊണ്ടുവരിക. അപ്പൊ ഈ ജപ്പാന്റെ റൈറ്റ് കൊറിയയിലെ ഹെൽപ്പ് ചെയ്തിട്ട് മോഡേൺ വേൾഡിലേക്ക് കയറുക എന്നുള്ളതായിരുന്നു. അവര് അവസാനം ഒരു ലീഡറായിട്ടും ഫൈനലി കൊളോണിയലിസ്റ്റ് ആയിട്ടും പെരുമാറുന്നു. തൈവാനില് ഇവിടെ ജപ്പാന്റെ ഫോർമൽ ആയിട്ടുള്ള ഐഡിയാസ് ആണ് ഇതൊക്കെ. അടുത്ത് കിടക്കുന്ന ഐലൻഡ്സ് ഒക്കെ അതിൽ ഏറ്റവും മുഖ്യമായിട്ട് വരുന്നത് കോളനി ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് തൈവാനെയാണ് സിനോ ജാപ്പനീസ് വാറിന് ശേഷം. അപ്പോൾ ഈ എക്സ്പീരിയൻസ് മാനേജ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് കോളനിയൽ മാനേജ് ചെയ്യേണ്ടത്, അവിടെ നിന്ന് സോഴ്സ് ആയ റൈസും ഷുഗർ എങ്ങനെ കൊണ്ടുപോകാം, പ്രോഫിറ്റബിൾ ആക്കണം, കോളനീനെ സെൽഫ് ഫൈനാൻസ് ആക്കണം, 5 years ഉണ്ട്, അനക്സേഷൻ വേണം, ഇതൊക്കെ അവിടെ നിന്നാണ് അവർ പഠിക്കുന്നത്. റഷ്യ ജാപ്പനീസ് വാർ ടൈമില് നേറ്റീവ് ആയിട്ടുള്ളവരെ തള്ളി മാറ്റിയും കൊറിയൻസിനെ ചെറിയൊരു ഗ്രൂപ്പാക്കി മാറ്റി ഡിക്ലൈൻ ചെയ്ത് പോപ്പുലേഷനിലേക്ക് കൊണ്ടുവരുന്നു. അഡ്മിനിസ്ട്രേഷൻ ക്ലോസ് ചെയ്ത് വെച്ചിരുന്നാൽ കൂടെയും ജാപ്പനീസിന്റെ കൺട്രോളിലാണ് അവരെ അഡ്മിനിസ്ട്രേഷൻ പോകുന്നത്. 1907 മുതൽ 43 വരെ വളരെ പ്രശസ്തമായിട്ട് പോകുന്നു. ഇനി കൊറിയയിൽ വരുമ്പോഴത്തേക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് കോളനിയാണ് കൊറിയയുടെ. ട്രീറ്റി സൈൻ ചെയ്യാണ്, ഈക്വൽ ആയിട്ടുള്ള ട്രീറ്റിയാണ് കൊറിയൻസിനും കൊടുക്കുന്നത്. ഈ ജാപ്പനീസിന്റെ പ്രഷർ കാരണവും സ്ട്രോങ് ആൻഡ് വൈബ്രന്റ് കൾച്ചർ കാരണം റെസിസ്റ്റൻസ് ചെയ്തിട്ട് കൂടിയും അവര് ഇന്റഗ്രേറ്റ് ആയിട്ട് ജപ്പാനിലേക്ക് കയറുകയാണ്. അതേമാതിരി തന്നെ ലാർജ് നമ്പർ ഓഫ് കൊറിയൻസ് ജപ്പാന്റെ സിവിലും പോലീസ് ഡിപ്പാർട്ട്മെന്റിലും ജോലിയിൽ കയറി അവരും ഇതിന്റെ ഒരു ഭാഗമായിട്ട് മാറുന്നു. ഇനി ലിയാടോങ് പെനിൻസുല, ഇതാണ് ഫസ്റ്റ് സീഡഡ് ജപ്പാൻ നമ്മളുടെ ട്രിപ്പിൾ ഇന്റർവെൻഷൻ വഴി റിവേർട്ട് ചെയ്ത് ചൈനയ്ക്കും അതേമാതിരി ലീസ് കൊടുത്തിരുന്ന ചൈനയ്ക്കും ചൈന റഷ്യക്ക് കൊടുത്തിരുന്നത്.
അതേസമയം റഷ്യയുടെ ഡിഫീറ്റ് 95-ൽ 95-ലും അതേമാതിരി കൺട്രോള് മഞ്ചൂരിയൻ റെയിൽവേ പിടിച്ചെടുക്കുകയും അതിന്റെ കൂടെ ജാപ്പനീസിന്റെ ഒരു റൈറ്റ് ഉണ്ട്, ഞങ്ങൾ പിടിച്ച കൺട്രി ഞങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നുള്ളത്. അതേമാതിരി തന്നെ ക്വെയ്താങ് ആർമി അവിടെ കൺട്രോൾ ചെയ്യുന്നു, മഞ്ചൂരിയ കൺട്രോൾ ചെയ്യുന്നു. ഗവർണർ ജനറൽ ക്വെയ്താങ് അംബാസഡറായിട്ട് പോവുകയും ജാപ്പനീസിന്റെ ഒരു ഡമ്മി റോൾ മാതിരിയാണ് അവിടെ കാണുന്നത്. ചെറിയ ഐലൻഡ്സ് ഒക്കെ സ്പെയിൻ ചെയ്തു. അതേമാതിരി ഫസ്റ്റ് വേൾഡ് വാർ വരുമ്പോഴത്തേക്കും ജാപ്പനീസിന്റെ നേവി വളരെ യൂസ്ഫുൾ ആവുന്നു. കൊളോണിയൽ അഡ്മിനിസ്ട്രേഷനിലും അവർ കൊറിയ നല്ലപോലെ എൻജോയ് ചെയ്തു. ഹയസ്റ്റ് ഗ്രേറ്റസ്റ്റ് സ്റ്റേറ്റസ് കിട്ടി. അഡ്മിറൽ ആയിട്ട് വരികയും റിപ്പോർട്ട് ചെയ്യും ഡയറക്ട്ലി എംബർക്കും അതേമാതിരി പ്രൈം മിനിസ്റ്റർക്കും. കൊളോണിയൽ ഗവർണേഴ്സ് എല്ലാം റിപ്പോർട്ട് ചെയ്യേണ്ടത് ക്യാബിനറ്റ് ലെവൽ കൊളോണിയൽ ഓഫീസേഴ്സിനാണ്. പിന്നെയാണ് 19-ന് ശേഷമാണ് സിവിലിയൻസ് ആയിട്ട് എടുക്കുന്നത്. ഇതേമാതിരി ജപ്പാന്റെ ഏറ്റവും വലിയ സെപ്പറേഷൻ സിവിൽ ആൻഡ് മിലിറ്ററി ഫംഗ്ഷൻ ആണ്. പ്രത്യേക സിവിൽ വേറെ മിലിറ്ററി വേറെ എന്നുള്ള ആ ഫംഗ്ഷനിലേക്ക് കൊണ്ടുവരികയും അതിനുവേണ്ടി ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്യും, ഗവർണേഴ്സിനെ അവരെ നോക്കാനായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. ഇതിനുശേഷം ജപ്പാന്റെ കോളനികൾ ഹാൻഡിൽ ചെയ്യുന്നത് 1895 മുതൽ 29 വരെ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസാണ്, ഹോം മിനിസ്ട്രിയാണ്. ഈ ഹോം മിനിസ്ട്രി വഴി അവർ ക്രിയേറ്റ് ചെയ്ത് യൂണിഫോമിറ്റി എല്ലാ കോളനികളിലും ഒരേമാതിരിയുള്ള അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരികയും അതേമാതിരി 1934 മക്കാച്ചുവില് സ്പെഷ്യൽ ബ്യൂറോ ഉണ്ടാക്കുന്നു, ഒരു അഫയേഴ്സ് ഹാൻഡിൽ ചെയ്യാനും പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ നിന്നും ക്വെയ്താങ് ടെറിട്ടറി എങ്ങനെ മാനേജ് ചെയ്യണമെന്നൊന്നും കണ്ടുപിടിക്കുന്നു. ഇനി ഗ്രേറ്റർ ഈസ്റ്റ് ഏഷ്യ എന്നുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ് ആയതിനെ അതിനെ റീപ്ലേസ് ചെയ്യാണ് മഞ്ചൂരിയൻ ബ്യൂറോ കൊളോണിയൽ അഫയേഴ്സ്, കൊളോണിയൽ മിനിസ്ട്രി ഓഫ് കൊളോണിയൽ അഫയേഴ്സ് എന്ന് പറഞ്ഞ് മാറ്റി ഉണ്ടാക്കുന്നു. ഈ മിനിസ്ട്രിയുടെ ഉദ്ദേശം ക്വെയ്താങ് ടെറിട്ടറി, മക്കോപ്പോ ഐലൻഡ്സും ഒക്കെ അവരുടെ കൺട്രോളിൽ ഇരിക്കുക. അപ്പൊ ഹോം മിനിസ്ട്രിയുടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കൊറിയയിലായ തൈവാനും കറാഫും അവരുടെ കൺട്രോളിൽ. അപ്പൊ മിനിസ്ട്രീസ് എല്ലാം അലോ ചെയ്തു. ഓരോ റെസ്പെക്റ്റീവ് ഏരിയാസ് ഓരോ കോളനീസ് അവര് നോക്കി പ്രോപ്പറായിട്ട് നോക്കി റിലേഷൻസ്, ഒരു കോളനി ആയിട്ടുള്ള റിലേഷൻ മാത്രമല്ല, മഞ്ചൂരിയൻ ട്രേഡും അവിടെ ചൈനീസിന്റെ ട്രേഡും ജാപ്പനീസ് റെക്കോർഡിൽ 1907 കാണുന്നുണ്ട്. ഇതേമാതിരി തന്നെ ഈ ക്വെയ്താങ് മഞ്ചൂരിയ 1910 മുതൽ 14 വരെ 1/7 ഓഫ് ക്വാർട്ടർ ജപ്പാന്റെ എക്സ്പോർട്ടാണ്. അപ്പൊ മഞ്ചൂരിയ എക്സ്പോർട്ട് ചെയ്യുന്നത് സോയാബീൻ, മില്ലറ്റ്, അതായത് ഫുഡ് ഐറ്റംസ്. ഇതില് അബ്സോർബ് ചെയ്യുന്നത് ജപ്പാൻ ചെയ്യുന്നത് അവിടെ കൺസ്യൂമർ ഗുഡ്സും കോട്ടൺ ടെക്സ്റ്റൈൽസുമാണ്. അപ്പൊ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചീപ്പായിട്ടുള്ള ഒരു റോള് ജപ്പാൻ അവിടെ അർബൻ പോപ്പുലേഷനിൽ പ്ലേ ചെയ്യുന്നു. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളതാണ് അടുത്ത എക്കോണമിക്കുള്ള ഐഡിയ. അപ്പൊ അതിൽ ഓവർസീസിൽ നിന്ന് കടം മേടിച്ച് ഈ ഇൻവെസ്റ്റ് ചെയ്യുക, ഏതില റെയിൽവേയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ചൈനയിലെ ഡെവലപ്മെന്റ് ചൈനയിലും കൊറിയയിലും നടക്കുന്നു. 1914 ജപ്പാന്റെ എക്കോണമി അത്ര വലിയ പൊസിഷൻ ആയിരുന്നില്ലെങ്കിൽ കൂടിയും ലാർജ് വേയിൽ ഇൻവെസ്റ്റ്മെന്റ് ചൈനയിൽ കാണുന്നുണ്ട്. മഞ്ചൂരിയൻ റെയിൽവേ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഗവൺമെന്റ് ഗ്യാരണ്ടി ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആ ഫണ്ട് മുഴുവനും ബിൽഡപ്പ് ചെയ്ത് റെയിൽവേസിനെ സ്ട്രോങ് ആക്കുന്നു. ഇനി ഹൈപേയിങ് കോൾ ആൻഡ് അയൺ ഇൻഡസ്ട്രി അല്ലെങ്കിൽ അയൺ കമ്പനി, ഇവിടെ മേജർ ജാപ്പനീസിന്റെ ഇൻവെസ്റ്റ്മെന്റ് ജപ്പാന്റെ ക്രെഡിറ്റും ലോണും കൊടുക്കുക കോൾ കമ്പനിക്കും അയൺ കമ്പനിക്കും ഒരു ഫിക്സഡ് റേറ്റില്. അതുമാതിരി 60% അയൺ കോറിനും ബാക്കി വന്നത് പിഗ്വ അല്ലെങ്കിൽ സ്റ്റീൽ പ്രൊഡക്ട്സർ അവർക്ക് മാറ്റിവെച്ചു. അതിനുശേഷം ജാപ്പനീസിന്റെ ക്യാപിറ്റൽ വളരെ ഈ വെസ്റ്റേൺ ക്യാപിറ്റലിൽ വളരെ സ്മോൾ ആയിരുന്നാൽ കൂടിയും ഇൻഡസ്ട്രിയൽ വലുതാകാൻ തുടങ്ങി. 1914 മുതൽ 1930 വരെ ജാപ്പാൻ നല്ല ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ചൈനീസ് ഗവൺമെന്റിനും അവരുടെ ലോൺ വന്ന് ഇൻക്രീസ് ആവുകയാണ്. അപ്പോ പഴയ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, വലിയ കമ്പനികൾ മിത്സുക്കി, ഒറാക്ക അല്ല വലിയ വലിയ പ്രോജക്ട്സ് കൊണ്ടുവരികയും അതേമാതിരി കോട്ടൺ ടെക്സ്റ്റൈൽസ് മാനുഫാക്ചർ കൊണ്ടുവന്നു. അതിന് വെസ്റ്റേൺ കൺട്രിയിൽ കൂടി റൈവലറീസ് ഇൻക്രീസ് ആകുമ്പോഴത്തേക്കും ജപ്പാന്റെ ഈ കമ്മീഷൻ ഒരു ക്യാരക്ടറൈസേഷൻ ആയിട്ട് ഒരു 1930 അവര്
ജാപ്പനീസ് റെസിഡൻസ് ചൈനയിൽ പോയി താമസിക്കാനും അതേമാതിരി തന്നെ അവിടെ ബിസിനസ് നടത്താനുള്ള ഇൻട്രസ്റ്റ് കൊടുത്തുന്നു. കൊനോ ഫുമിങ്ങാറോ ഇതില് 1038 ന്യൂ ഓർഡറിൽ പുതിയ ഓർഡർ പ്രകാരം പ്രൈം മിനിസ്റ്റർ 1018 അഡ്വക്കേറ്റ് ചെയ്യുന്ന വെസ്റ്റേൺ നേഷൻസ് അൺഈക്വൽ സിറ്റുവേഷൻ വേണ്ട, ഈക്വൽ ആയിട്ട് പോവുക. അപ്പോ ജപ്പാന്റെ ഫോഴ്സ്ഡ് ഡിസ്ട്രോയ് സെൽഫ് പ്രിസർവേഷൻ എന്നുള്ളത് മാറ്റുക, പേട്രിയോട്ടിക് സൊസൈറ്റീസ് ഡിബേറ്റ് ചെയ്യുന്നു, അതിനുശേഷം അത് ചേഞ്ച് ആകുന്നു. മെയിൻ ആയിട്ടുള്ള ഇമ്പീരിയൽ വേ ഫാക്ഷൻ എന്നുള്ളതും കൺട്രോൾ ഫാക്ഷനും ഉണ്ടാക്കുന്നു. ഇനി ഇമ്പീരിയൽ ഫാക്ഷൻ ആരാണ് ലീഡ് ചെയ്യുന്നത്? ആർക്കൈസാഡോ. സ്ട്രെസ് ചെയ്യുന്നത് എന്താണ്? എംപററിന്റെ കോപ്പറേഷൻ വിത്ത് ചൈന, അതേസമയം വാർ എഗെയിൻസ്റ്റ് റഷ്യ. അപ്പൊ കോപ്പറേഷന്റെ കൂടെ തന്നെ ജപ്പാൻ ഒരു ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇമ്പീരിയൽ വേയിൽ കൂടെ ഫ്രെയിംവർക്ക് ചെയ്ത് പാൻ ഏഷ്യൻ ഡോക്ട്രിൻസിനെ പ്രാക്ടീസ് ചെയ്യുക. എക്സ്ക്ലൂഷൻ അമേരിക്കയുടെ 1924 ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ചൈനയുടെ പോളിസി ഉണ്ടായിരുന്നു, സോഫ്റ്റ് പോളിസി. അപ്പൊ ജപ്പാന്റെ ഉദ്ദേശം വെസ്റ്റേൺ പവേഴ്സിനെ കൺട്രോൾ ചെയ്യണം ചൈനയിൽ, അതേമാതിരി അവരുമായിട്ട് സഹകരിച്ചു പോകരുത്. അപ്പൊ ജപ്പാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒരു പോളിസി കൊണ്ടുവരാണ്, എക്സ്ക്ലൂഷൻ. ഈ സമയത്ത് 4 അവിടെ ഡിപ്രഷൻ ഉള്ള സമയം, ഗ്രേറ്റ് ഡിപ്രഷൻ അമേരിക്കയിൽ നടക്കുന്ന സമയം. അപ്പൊ അതിനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്പെഷ്യൽ ആയിട്ട് ഇൻട്രസ്റ്റ് എടുത്തു ചൈനയും അതേമാതിരി തന്നെ ജപ്പാനും, വളരെ അവരുടെ പൊസിഷൻ കൺസോളിഡേറ്റ് ചെയ്യാനും അപ്പോ വെസ്റ്റേൺ പവേഴ്സിനെ കുറയ്ക്കാനും. ഇനി 1931 ഒരു കുമിന്താങ് ആർമി ഉണ്ടാകാണ് സദേൺ മഞ്ചൂരിയയില്. അതിനുശേഷം എക്സ്പ്ലോഷൻ ഉണ്ടാക്കി ഡാമേജ് ചെയ്യുന്നു ഈ പ്രൊട്ടസ്റ്റില്. അതായത് ജാപ്പനീസ് റെയിൽവേസിനെ അവർ ഡാമേജ് ചെയ്യുന്നു. കുമിന്താങ് ആർമി വന്നിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കാത്തിരിക്കുകയാണ് ഒരു ഡിസ്യൂഡ് ഗവൺമെന്റിൽ ടോക്കിയോയില്. അപ്പോ ഗവൺമെന്റ് മഞ്ചൂരിയ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുമ്പോഴത്തേക്കും പപ്പറ്റ് ഗവൺമെന്റ് പെയ്പിന്റെ ചൈനയുടെ ഫോർമർ പഴയകാല എംപറേഴ്സ് ആയിരുന്നു ആ പുതിയ സ്റ്റേറ്റിന്റെ എന്താ പറയാ പപ്പറ്റ് റൂളർ ഗവൺമെന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഈ എസ്റ്റാബ്ലിഷ് ചെയ്ത് ക്യാബിനറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അതേമാതിരി അവരുടെ കൺട്രോൾ ഭരണം അവരുടെ കയ്യിലെടുക്കാണ്. ഇനി മാർക്കോ പോളോ ബ്രിഡ്ജ് ഫൈറ്റ്. ഇതില് നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ ചൈനീസിന്റെ ഒപ്പോസിഷൻ, ജപ്പാന്റെ എക്സ്പാൻഷൻ അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടിയും ജിയാങ് ദിഷി, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അഗ്രിമെന്റില്, നേരത്തെ പ്രീവിയസ് ലെസണിൽ ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1936 എഗെയിൻസ്റ്റ് ജപ്പാനായിട്ട് ചിയാങ് കൈഷക്ക് ഒരു ഐഡിയ ഫോളോ ചെയ്യാണ്. അപ്പൊ ഈ മിലിറ്ററി ലീഡേഴ്സിന് അവർക്ക് ടോട്ടലായിട്ട് ഡൊമിനിയൻ റഷ്യയിലും വലിയ കോൺഫ്ലിക്റ്റ് ആണ് അവിടെ ഉണ്ടാവുന്നത്. 1937 ഒരു ഫൈറ്റിംഗ് തുടങ്ങാണ് ജാപ്പനീസും ചൈനീസും തമ്മില്. ആ എവിടെ വെച്ചാണ്? മാർക്കോ പോളോ ബ്രിഡ്ജ്. അതിൽ വെച്ചിട്ടാണ്, ഇതിനാണ് മേജർ വാറായിട്ട് ഈ 2 കൺട്രികളും തമ്മിൽ നടന്ന വാറായിട്ട് മാറുകയെന്ന്. ഓഗസ്റ്റില് പിക്കിങ്ങും ടെനിൻസനും അവരെ പിടിച്ചടക്കുന്നു. ഹോസ്റ്റിലിറ്റി, പരസ്പരം ദേഷ്യം കൂടുതലാവുകയാണ്. ചിയാങ് കൈഷക്കിന്റെ ക്യാപിറ്റൽ നിക്കിങ് അതേമാതിരി ഡിസംബറിൽ 1937. അപ്പൊ ജാപ്പനീസ് ആർമി വലിയ സ്കെയിലില് ആൾക്കാരെ കൊല്ലാനും ലൂട്ട് ചെയ്യാനും റേപ്പ് ചെയ്യാനും ഒരു 12,000 സിവിലിയൻ ചൈനീസിന്റെ തന്നെ തോന്നി. അപ്പൊ ആ ദേഷ്യം കണ്ടിന്യൂ ചെയ്യുന്നു എന്നർത്ഥം. ഇതിന് ശേഷം ജപ്പാൻ ഒരു സ്ട്രെയിൻ ആയിട്ട് ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ്. ഹോങ്കോങ് ചൈന പോയതിനു ശേഷം ക്യാപിറ്റലായ ചുങ്ങിലേക്ക് വരുന്നു. അവിടെ ജപ്പാൻ കൺട്രോൾ ചെയ്യുന്ന മേജർ സിറ്റീസ് ഒക്കെ ജപ്പാൻ കൺട്രോളിൽ കൊണ്ടുവരികയും 1938 റെയിൽവേസും പൊളിറ്റിക്കൽ കൺട്രോളും കൺസോൾഡേറ്റ് ചെയ്തില്ലെങ്കിൽ കൂടിയും ജപ്പാന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ചൈനീസിന്റെ ഗറില്ല വാർഫെയർ മെത്തേഡിൽ അവര് റെസിസ്റ്റ് ചെയ്ത് പോവാണ്. അപ്പോ ഈ എക്കണോമിക്കലി നോക്കുമ്പോൾ, പൈസ കയറ്റി വെക്കുമ്പോൾ ചൈനയ്ക്ക് ഇല്ലെങ്കിലും വലിയ ഗെയിൻ ഇല്ലെങ്കിൽ കൂടിയും ഈ ഗറില്ല ടാക്ടിക്സ്, ഫൈറ്റിംഗിൽ വരുന്ന ഗറില്ല ടാക്ടിക്സ് ജപ്പാനെ ഒരു വിധത്തിൽ ഒന്ന് ഒതുക്കാൻ പറ്റിയവർക്ക്. ഇനി നോൺ അഗ്രഷൻ പാക്ട്, സോവിയറ്റ് യൂണിയനായിട്ട് ഉള്ള ഒരു സൈൻ.
39 വാർ തുടങ്ങുകയാണ്. അതിൽ ജപ്പാൻ വന്നിട്ട് ട്രിപ്പാർട്ടി പാക്ട് വഴി ജർമ്മനി, ഇറ്റലിയിൽ ഒരു വെസ്റ്റേൺ ഡിക്ലെയറിംഗ് ഓപ്പോസിഷൻ, വെസ്റ്റേൺ പവേഴ്സിനെ ഒപ്പോസ് ചെയ്യുന്ന ഈ ട്രിപ്പാർട്ടിയിൽ അവർ ജോയിൻ ചെയ്യുന്നു. 41 നോൺ അഗ്രഷൻ ആക്ട് സോവിയറ്റ് യൂണിയനായിട്ട് ഒരു സന്ധി സൈൻ ചെയ്യാണ്. ഇതിൽ ഈ സന്ധിയിൽ കൂടെ അവരുടെ US ഭയങ്കര ജപ്പാന്റെ എക്സ്പാൻഷൻ പോളിസീസ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ജപ്പാനും US ട്രീറ്റി അതേ സമയത്ത് എക്സ്പയർ ആയിപ്പോയി 1940. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ മാതിരി ട്രിപ്പാർട്ടി പാക്ട് പ്രകാരം ജപ്പാൻ സൗത്തിലേക്ക്, ഇൻഡോ ചൈനയിലേക്ക് 1941 US ബ്രിട്ടനും ഹോളണ്ടും കൂടെ ഒരു എംബാർഗോ കൊണ്ടുവന്ന് അവർക്ക് എക്സ്പോർട്സില്, ജപ്പാന്റെ എക്സ്പോർട്ടിൽ ഒരു കട്ട് വരുമ്പോഴത്തേക്കും ഓയിലും റബ്ബർ സപ്ലൈസും ഒക്കെ എഫക്റ്റ് ആവുന്നു. ഈ കട്ട് മുഖാന്തരം അല്ലെങ്കിൽ സ്ട്രാറ്റജി മുഖാന്തരം ജപ്പാന്റെ ഗുഡ്സിന് അല്ലെങ്കിൽ വാർ ഇൻഡസ്ട്രിക്ക് വലിയ ഡിപ്പെൻഡന്റ് ആണ് അയണിലും ഓയിലും. അവിടെ പിടുത്തം പിടിച്ചത്. ഗ്രേറ്റർ ഈസ്റ്റ് കൊച്ചിൻ ഏഷ്യയുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യാണ്. US ഇതില് സംസാരം നടക്കുന്നു. ജപ്പാനും US പ്രിഫറബിളി ചൈനയിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതിനുശേഷം ജപ്പാൻ പ്ലാൻ മാറ്റിയിട്ട് ഗ്രേറ്റർ ഈസ്റ്റ് ഏഷ്യ കോപ്പറേറ്റീവ് സൊസൈറ്റി സ്ഫിയർ ഉണ്ടാക്കുകയും അതിൽ വഴി സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യനെ ചോദിക്കുന്നു. പിന്നെ ജോയിൻ ചെയ്യുന്നത് ആക്സിസ് പവറുമായിട്ടാണ്. അപ്പൊ ഹൈ സ്പിരിറ്റിലുള്ള ഒരു വിശ്വാസത്തോടുകൂടിയാണ് ഈ ആക്സിസ് പവറുമായിട്ട് ജപ്പാൻ ഉദ്ദേശിക്കുന്നത്. ജപ്പാൻ എന്താ ചെയ്യുന്നത്? പ്രപ്പോസ് ചെയ്തു US ചൈനയിൽ നിന്ന് US ആൾക്കാരെ വിഡ്രോ ചെയ്യണമെന്ന് ഡിപ്രഷനും അതേസമയം എക്കണോമിക് കൺസെഷനും ജപ്പാനിൽ ഉണ്ടായിരുന്നു. അവരോട് രിക്വസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ജപ്പാൻ US അത് ഗവൺമെന്റ് ജപ്പാന്റെ റിക്വസ്റ്റ് അത് റെഫ്യൂസ് ചെയ്യുന്നു. 1 ഡിസംബർ 1941 ഈ ഇമ്പീരിയൽ കോൺഫറൻസ് സിവിലിയൻ സർവീസ് വഴി അവര് ലീഡേഴ്സ് അവര് യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. US ഞങ്ങൾ യുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുന്നു. അപ്പോ 7 ഡിസംബർ 1941 സർപ്രൈസ് ആയിട്ട് പേൾ ഹാർബർ ജപ്പാൻ അറ്റാക്ക് ചെയ്യുന്നു. ഈ അറ്റാക്കിൽ ജപ്പാൻ സഡൻ ആയതുകൊണ്ട് ജപ്പാൻ രക്ഷപ്പെടുകയും അല്ലെങ്കിൽ ജപ്പാൻ വിജയം വരിക്കുന്നു. അപ്പോൾ അങ്ങനെ വിജയം കിട്ടിയ ശേഷം ജപ്പാൻ ബാക്കിയുള്ള സ്മോൾ ഐലൻഡ്സ്, ഫിലിപ്പൈൻസ്, ഹോങ്കോങ്, സിംഗപ്പൂർ, ഇന്തോനേഷ്യ ഇതൊക്കെ അവരുടെ കൺട്രോളിൽ വരികയാണ്. മാത്രമല്ല ജപ്പാൻ ട്രൂപ്പിനെ ബർമയിലേക്ക് അയക്കുന്നു. അത് അവിടെ നിന്ന് അവരുടെ ഉദ്ദേശം ഇന്ത്യയിലേക്ക് വരാനായിരുന്നു. അപ്പോ ഈ പ്രസ്ഥാനത്തിന് ശേഷം, അതായത് ഇവരുടെ ബംബാർഡ്മെന്റ് വരുന്നത്, ജപ്പാൻ എപ്പോഴാണ് പേൾ ഹാർബർ അറ്റാക്ക് ചെയ്തത്, US വന്ന് വളരെ സീരിയസ് ആയിട്ട് അത് കാണുകയും എല്ലാ ലീഡേഴ്സും കസബ്ലാങ്കയിലെ ബീറ്റ് ചെയ്യുകയും അവരുടെ ആയുധങ്ങളും എല്ലാം സംഭരിക്കുകയും ഈ ജപ്പാന്റെ സ്ട്രാറ്റജിക് ഐലൻഡ്സ്, കിൽബർട്ട് ഐലൻഡ്സ്, അലൈഡ് ഫോഴ്സസ് എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് ഫുഡ് സ്റ്റെപ്സ് ഇവരുടെ ബോംബിംഗ് റേഞ്ചിലേക്ക് കൊണ്ടുവരാണ്. 1944 ഈ അലൈഡ് ഫോഴ്സസ് കോൺസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ജാപ്പനീസ് സിറ്റീസിലേക്ക് ആൾക്കാരെ കൊല്ലാൻ തുടങ്ങി, ആൾക്കാരെ പിടിക്കാൻ തുടങ്ങി, ഡിസ്ട്രോയ് ചെയ്യാൻ തുടങ്ങി. 26 ജൂലൈ 1945 പോർട്സ് ഡാം ഡിക്ലറേഷൻ ഇഷ്യൂ ചെയ്തു. അതിൽ കൂടി ഈ ഡിക്ലറേഷൻ കൂടി അവര് ചോദിച്ചത് എന്താ വെച്ചാൽ അൺകണ്ടീഷണൽ സറണ്ടർ, ഒരു കണ്ടീഷനും പറയാണ്ട് ജപ്പാൻ സറണ്ടർ ചെയ്യണം. അതേമാതിരി മിലിറ്ററി ഓക്യുപ്പേഷനും ഡീമിലിറ്ററൈസേഷനും ലോസ് ഓഫ് ടെറിട്ടറി ഇതെല്ലാം കൊടുക്കണം എന്നുള്ളതാണ് ഇവർ പറഞ്ഞുകൊണ്ട് വരുന്നത്. 6 9 ഓഗസ്റ്റ് മാസത്തിലാണ് ഈ ആറ്റം ബോംബ്സ് ഡ്രോപ്പ് ചെയ്യുന്നത് ഹിരോഷിമ നാഗസാക്കിയില്. ഹിരോഷിമയിൽ 6 9 നാഗസാക്കിയിലും. അപ്പോ ജപ്പാനെ അടിച്ചമർത്തണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങനെ അവര് ബോംബാർഡ് ചെയ്ത ശേഷം ജപ്പാന്റെ ആറ്റം ബോംബ്സ് ഇട്ട് കഴിഞ്ഞപ്പോൾ ജപ്പാൻ വേറെ ഒരു വഴി ഇല്ലാണ്ട് അവരുടെ തോൽവി സമ്മതിക്കുകയും സറണ്ടർ ആവുന്നത് ഓഗസ്റ്റ് 15, 1945. ഇതോടുകൂടി 13ാമത്തെ ചാപ്റ്റർ തീരുകയാണ്. നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. അപ്പൊ ജപ്പാൻ അവിടെ
അതിനെ അടിച്ചമർത്തി. ജപ്പാൻ അമേരിക്കയുടെ ബോംബിംഗ് കൊണ്ട് ജപ്പാൻ അടങ്ങി നിർത്തി സറണ്ടർ ആവുകയാണ്. ഇനി ഇതില് ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ ഈ അടങ്ങിയ ശേഷം അലൈഡ് പവേഴ്സായിട്ട് അടങ്ങിയ ശേഷം 2 ആഴ്ച കൊണ്ട് സുപ്രീം കമാൻഡർ ഫോഴ്സസ് ഡോഗ്ലസ് അറൈവ് ചെയ്തിട്ട് ജപ്പാന്റെ അവരുടെ കൺട്രോളിൽ വരുന്നു. സാൻ ഫ്രാൻസിസ്കോ പീസ് ട്രീറ്റി സൈൻ ചെയ്യാനുള്ള കാര്യങ്ങൾ തയ്യാറെടുപ്പാണ്. അപ്പൊ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് ഡോമിനന്റ് ആയിട്ട് ഓക്യുപ്പൈങ് ഫോഴ്സ് ആയിട്ട് വരുന്നതും. പൊളിറ്റിക്കലി ഇക്കണോമിക്കലി പോളിസീസ് എല്ലാ ജപ്പാന്റെ ഇവരുടെ എല്ലാ റീഫോംസും ഇനി എക്സ്പാൻഷൻ പാടില്ല എന്നുള്ള ഒരു പോളിസിയിലാണ് അവര് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ ജപ്പാന്റെ റൂട്ട്സ് എന്തിനായിരുന്നു, ഇവരുടെ സക്സസിനുള്ള റൂട്ട് എന്തായിരുന്നു എന്ന് കണ്ടുപിടിക്കാം 17-ാം നൂറ്റാണ്ടിൽ. അപ്പൊ ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇവരുടെ സ്കിൽസും ഓവർ വളരെ കാലഘട്ടമായിട്ട് എല്ലാ വിധത്തിലുള്ള ഈ വാറ് കാരണം എല്ലാ വിധത്തിലുള്ള ഫാക്ടറികളിലെ ബിൽഡിങ്സ്, വാല്യുബിൾ ലൈഫ്സ് എല്ലാം മനസ്സിലായപ്പോ ജപ്പാൻ തിരിച്ചൊരു വരവിന് റീകൺസ്ട്രക്ട് ചെയ്ത് തിരിച്ചു വരവിന് ഒരുപാട് സമയം എടുക്കുന്നുള്ളത് അവർക്ക് മനസ്സിലാകുകയും ചെയ്തു. അപ്പോൾ ജപ്പാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനും, പക്ഷെ അവരുടെ ശ്രമശീലം എന്നുള്ളത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അവർ റീകൺസ്ട്രക്ഷൻ എന്നുള്ള ഒരു പോളിസിയിലേക്ക് പോവാണ്. ഈ പോസ്റ്റ് വാർ പീരീഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഡിവൈഡ് ചെയ്ത് വരുന്ന നാച്ചുറൽ ആയിട്ട് 6.5 വർഷം അലൈഡ് ഓക്യുപ്പേഷൻ 45 മുതൽ 52 വരെ 1973 വരെ ജപ്പാനെ റീബിൽഡ് ചെയ്യുക എന്നുള്ള ഒരു അല്ലെങ്കിൽ പുതിയതായിട്ടൊന്ന് കൊണ്ടുവരിക എന്നുള്ളത് എക്കോണമിയും സൊസൈറ്റിയും എമർജ് ചെയ്ത് ഒരു വലിയൊരു സ്റ്റേബിൾ നേഷനാക്കി എടുക്കാനുള്ള ഒരു താല്പര്യമുണ്ട്. ഈ താല്പര്യത്തിന്റെ ഇടയിൽ ഈ പീരീഡില് ഓയിൽ ക്രൈസിസ് വരുന്നു. ഓയിൽ ക്രൈസിസ് വഴി ജപ്പാനിന് ഒരു അഡ്ജസ്റ്റ്മെന്റിനും അവർ തയ്യാറാവുന്നില്ല. 1973 ജപ്പാൻ ഒരു പവർഫുൾ എക്കണോമിക് ആയിരുന്ന കൺട്രി ആയിരുന്നെങ്കിലും വന്നെങ്കിലും അതിന്റെ പൊളിറ്റിക്കൽ റൂള് അതിന്റെ പിന്നാലെ ഹെസിറ്റന്റ് ആയിട്ടുള്ള മാനറിൽ വളരെ സ്ലോ ആയിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. ഫോറിൻ പോളിസി ജപ്പാന്റെ പോളിസി എല്ലാം US-ന്റെ കൺട്രോള്. US അലയൻസ് വെച്ചിട്ട് ഗ്യാരണ്ടി ചെയ്യും സെക്യൂരിറ്റി, US-ന്റെ സെക്യൂരിറ്റി, ജപ്പാൻ ഞങ്ങൾ സെക്യൂരിറ്റി ജോയിൻ ചെയ്യും, സെക്യൂരിറ്റി പ്രോമിസ് ചെയ്യും. അത് മാത്രമല്ല അവരുടെ കോൺസെൻട്രേറ്റ് ചെയ്ത് വരികയാണ് അവരുടെ എനർജി എന്തിലായിരിക്കണം. അത് കാരണം ഒരു കൺട്രി റിച്ച് കൺട്രി ആയിരുന്ന കൺട്രി അല്ലേ, അത് തകർന്നു പോയില്ലേ. അപ്പൊ ഇക്കണോമിക് ഡെവലപ്മെന്റ് ആണ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അതിലേക്കാണ് കോൺസെൻട്രേഷൻ പോകുന്നത്. ഇനി പോർട്സ് ഡാം ഡിക്ലറേഷനിൽ അവരെന്താ പറയുന്നത്? ജപ്പാനിലെ അലൈഡ് ഫോഴ്സസ് എല്ലാരും കൂടെ എടുത്തു. എന്നിട്ട് ഒരു പോർട്സ് ഡാം ഡിക്ലറേഷൻ 26-ാം തീയതി ജൂലൈ 1945 ഈ ഡിക്ലറേഷൻ കൊണ്ടുവരാണ്. ഈ ഡിക്ലറേഷനില് ഓക്യുപ്പേഷൻ എടുത്തത് അല്ലെങ്കിൽ അവരെ കൺട്രോളിൽ കൊണ്ടുവന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. അതേമാതിരി ഒരു സ്മോൾ കണ്ടിൻജന്റ്, അതായത് ഒരു സ്മോൾ യൂണിറ്റ് ബ്രിട്ടീഷിന്റെ ഉണ്ട്. അതേമാതിരി ബാക്കിയുള്ള കോമൺവെൽത്ത് ഫോഴ്സസിന്റെയും ഒരു സ്മോൾ പാർട്ട് അവിടെ ഉണ്ട്, ജപ്പാനിലുണ്ട്. ഡോഗ്ലസ് മാക് ആർത്തർ അതാണ് സുപ്രീം കമാൻഡർ, അലൈഡ് ഫോഴ്സിന്റെ സുപ്രീം കമാൻഡർ ആണ്. അതേമാതിരി തന്നെ US പ്രസിഡന്റ് ഹാരി ട്രൂമാൻ, ഇവരും മക്കാത്തറും ജപ്പാനില് എന്തൊക്കെ ചെയ്യാം എന്നുള്ള ജാപ്പനീസ് ഗവൺമെന്റിന്റെ ഡിസ്പാൻഡ് ചെയ്യുക, അത് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കാനുള്ള പോളിസികൾ സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു ഐഡിയ എടുക്കുന്നു. അപ്പൊ ഫോറിൻ മിനിസ്ട്രി ജപ്പാൻ ഒരു സെൻട്രൽ ലൈസൺ ഓഫീസ് ഉണ്ടാക്കുന്നു. ഒരു ലൈസൺ ഓഫീസ് എന്ന് വെച്ചാൽ പരസ്പരം ലൈസൺ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഫീസ്, അല്ലെങ്കിൽ പരസ്പരം സംസാരിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾ എടുത്ത ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഓഫീസായിട്ട് വെക്കുകയും അതിന് ഇവരുടെ കൺട്രോളിൽ ഈ അലൈഡ് സുപ്രീം കമാൻഡർ ആണ് അതിന്റെ അലൈഡ് ഫോഴ്സിന്റെ സുപ്രീം കമാൻഡറിന്റെ കീഴിലാണ് ഇത് വരുന്നത്. ഇവിടെ നമ്മൾ കാണാൻ പറ്റുന്നത് ജാപ്പനീസ് മോഡിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ജപ്പാന്റെ പോളിസികളും ഓൾട്ടർ ചെയ്യണം. ഈവൻ ഈ നേരത്തെ പറഞ്ഞ ഈ പോളിസികൾ, അതായത് സാപ്പ് എന്ന് പറയും, സുപ്രീം കമാൻഡർ ഓഫ് ദ അലൈഡ്
പവേഴ്സ്, അതാണ് സ്കാപ്പ് എന്ന് പറയുന്നത്. അവരുടെ പോളിസികൾ ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവരാനും അത് കുറച്ച് സമയമെടുക്കും. അല്ലാതെ ഡിലേ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അപ്പോൾ ഈ ഡിലേ കൊണ്ടുവരുമ്പോഴത്തേക്കും ഇവർക്ക് പെട്ടെന്ന് അങ്ങോട്ട് മാറാൻ പറ്റില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. ബേസിക് ആയിട്ട് ഇവർ പറഞ്ഞ പോളിസികൾ എന്താണെന്ന് നോക്കാം, ഒന്നൊന്നായിട്ട് നോക്കാം. അതായത് ആദ്യത്തെ പോളിസി വരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റിന്റെ പോസ്റ്റ് സറണ്ടർ പോളിസി. ജപ്പാൻ 29 1945 ഡിക്ലെയർഡ് അവരുടെ ഇത് കഴിഞ്ഞ ശേഷം 2 മേജർ ഒബ്ജക്റ്റീവ്സ് ആണ് അവർ വെച്ചത്. ആദ്യമായിട്ട് ഒരു കാരണവശാലും ജപ്പാൻ ബാക്കിയുള്ള അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനോ അല്ലെങ്കിൽ അതർ കൺട്രീസിനോ ഒരു ശല്യക്കാരനാവില്ല. അതായത് മെനാൻസ് പറഞ്ഞ ഒരു ശല്യപ്പെടുത്തുന്ന ഒരാളായിട്ട് ഒരു കൺട്രി ആയിട്ട് മാറാൻ പാടില്ല. രണ്ടാമത്തെ പോളിസിയിൽ പറഞ്ഞു എസ്റ്റാബ്ലിഷ് ചെയ്യണം ഡെമോക്രാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ജനാധിപത്യവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഗവൺമെന്റ് കൊണ്ടുവരണം. ഈ ഒബ്ജക്റ്റീവ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അവരുടെ കൺട്രോൾ പ്രകാരം അവര് ഈ മിലിറ്ററി സ്ട്രക്ചർ ഉണ്ടായിരുന്നത് ഗവൺമെന്റ് ഉണ്ടത് ഡിസ്മാൻഡിൽ ചെയ്യും. എന്നിട്ട് ജാപ്പനീസിന്റെ എക്സ്പാൻഷൻ അടുത്ത കൺട്രിയിലേക്ക് പോവാൻ, അടുത്ത കൺട്രീനെ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ അത് പിടിച്ചെടുക്കുക, അങ്ങനത്തെ പോളിസികൾ പാടില്ല. അതാണ് അവര് സപ്രസ് ചെയ്യുന്നു. അവരുടെ ആൾക്കാരെ, ജാപ്പനീസ് ആൾക്കാരെ തന്നെ അവരുടെ വീടുകൾ തന്നെ സപ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ വലിയ ബിഗ് ബിസിനസ് ഹൗസസും മിലിറ്ററിന്റെ എക്സസീവ് ആയിട്ടുള്ള കൺട്രോളും ഗവൺമെന്റിലേക്ക് വരുന്നു. ഗവൺമെന്റ് എംപറർ അല്ലെങ്കിൽ ചക്രവർത്തിയുടെ ഒരു എന്താ പറയാ, ചക്രവർത്തിനെ അല്ലെങ്കിൽ അവരുടെ രാജാവിനെ ഒരു സബോർഡിനേറ്റ് സബ്മിസീവ് ആയിട്ടുള്ള ഒരു സാധുവായ ഒരു മനുഷ്യൻ അല്ല ഒരു റൂളറാക്കി മാറ്റിയാണ് എടുക്കുക. സാധാരണ സിറ്റിസൺ ആക്കി എടുക്കുകയാണ്. നിങ്ങൾ വലിയ മിലിറ്ററി റൂളർ അല്ല എന്നുള്ള ഇത് പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. അപ്പൊ ഇതേമാതിരി തന്നെ ഈ പോളിസികളെല്ലാം ഓരോ പോളിസികളും അവർ കൊണ്ടുവരുമ്പോഴത്തേക്കും ആ സിസ്റ്റം ഓപ്പൺ ചെയ്യാനും അതുവഴി അവരുടെ മനസ്സിലുള്ള ഈ മിലിറ്ററി അല്ലെങ്കിൽ ആർമീന്റെ പവർ മാറ്റി ജനാധിപത്യം കൊണ്ടുവന്നു. സെൻട്രലൈസേഷൻ വേണ്ട, അധികം സെൻട്രലൈസേഷൻ വേണ്ട, അങ്ങനെ ഇവർക്ക് മാറ്റി അവരുടെ മാനസാന്തരം കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. അത് ചുരുക്കി പറഞ്ഞാൽ ജപ്പാനെ കംപ്ലീറ്റ് ആയിട്ട് US കൺട്രോൾ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അവര് തകർത്തു, ജപ്പാന്റെ അഹങ്കാരം മുഴുവൻ അവര് തകർത്ത് തരിപ്പണമാക്കിയതിന് ശേഷമാണ് പുനരുദ്ധാരണം ചെയ്യാൻ വേണ്ടി ഈ സ്കാപ്പ് പോളിസികളൊക്കെ കൊണ്ടുവരികയും പോസ്റ്റ് സറണ്ടർ പോളിസി കൊണ്ടുവന്ന് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാമെന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നത്. ഇനി ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്റർനാഷണൽ മിലിറ്ററി ആണ്. ഇന്റർനാഷണൽ മിലിറ്ററി ട്രിബ്യൂണൽ വഴി ഗ്രേസ്ഡ് വലിയ ഏഷ്യൻ മിനിസ്ട്രീസ് അതൊക്കെ അബോളിഷ് ചെയ്തു, അതൊക്കെ മാറ്റി. അങ്ങനെ ഉണ്ടായിരുന്ന ഏഷ്യൻ അഫയേഴ്സ് നോക്കിയിരുന്ന മിനിസ്ട്രീനെ ക്ലോസ് ചെയ്തു, അബോളിഷ് ചെയ്തു. അതിനുശേഷം ഈ നേരത്തെ പറഞ്ഞമാതിരി സുപ്രീം കമാൻഡർ സ്കാപ്പിന്റെ ഡയറക്റ്റീവ് അല്ലെങ്കിൽ ഓർഡർ, അവരുടെ ഓർഡർ അനുസരിച്ച് ജാപ്പനീസിന്റെ ട്രൂപ്പിനെയും അതേമാതിരി സ്പെഷ്യൽ പൊളിറ്റിക്കൽ പോലീസ് ഉണ്ടായിരുന്നു, അതേമാതിരി പബ്ലിക് പീസ് മെയിൻ്റനൻസ് ലോ അവർ പാസ് ചെയ്തിരുന്നു 1945. ഈ പോളിസികളൊക്കെ അവർ മാറ്റി മറിക്കുകയാണ്. ഡിമോളിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർക്കുക എന്നർത്ഥം. തിരിച്ച് ഇല്ല, ക്വാളിഫൈ ചെയ്യുക വേണ്ട, അങ്ങനത്തെ ഒരു സിസ്റ്റം വേണ്ടെന്ന് മാറ്റിയാണ് എടുക്കുന്നത്. ഈ ഇന്റർനാഷണൽ മിലിറ്ററി ട്രിബ്യൂണലിൽ ഫാർ ഈസ്റ്റിൽ സെറ്റപ്പ് ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ വാറിൽ പിടിക്കുന്ന ക്രിമിനൽസ്, അതായത് വാർ ക്രിമിനൽസ് എന്ന് പറയുന്നത് പ്രിസണേഴ്സ് ആണ്. അവര് നൻബർഗിലെ കൊണ്ടുപോയി ആകെ മൊത്തം നമ്മൾ നോക്കുമ്പോൾ അവരുടെ റൂൾസ് അല്ലെങ്കിൽ അവരെ എങ്ങനെ ട്രയൽ ചെയ്യും. അപ്പോ അങ്ങനെ ട്രയൽ ചെയ്യുമ്പോഴത്തേക്കും അവരെ 6000 ആൾക്കാര്, അതേമാതിരി തന്നെ
920 ആൾക്കാര്. ഇതായത് ആർമിയുടെ കൺട്രോളിൽ വേണം അവർക്ക് വേണ്ടിയിട്ടുള്ള ക്രിമിനൽസിന് വേണ്ടിയിട്ടുള്ള ജന മര്യാദകൾ അല്ലെങ്കിൽ കോർട്ട് മാർഷൽസ് പറയാം. കോർട്ട് വഴിയുള്ള വാർ ക്രിമിനൽസിന്റെ ഓരോ ക്രിമിനലിനും ഓരോ വിധത്തിൽ റൂൾ കൊടുക്കണമെന്നുണ്ട്. അതായത് മിലിറ്ററി റൂൾ ഉണ്ട്. അപ്പൊ നിയമം എങ്ങനെ നടത്തിക്കാം അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ പണിഷ്മെന്റ് ഉണ്ടാക്കാം, അതിനു വേണ്ടിയിട്ടാണ് ഈ മിലിറ്ററി ട്രിബ്യൂണൽ സെറ്റപ്പ് ചെയ്യുന്നത്. ഇന്റർനാഷണൽ മിലിറ്ററി ട്രിബ്യൂണൽ സെറ്റപ്പ് ചെയ്യുന്നു. അത് ഇന്റർനാഷണൽ ലെവലിലാകുമ്പോഴത്തേക്കും എല്ലാ നാഷണാലിറ്റീസിനും അഫക്ട് ചെയ്യുന്ന വിധത്തിലായിരിക്കും ഈ അവിടുത്തെ പോലീസ് മുറയും അല്ലെങ്കിൽ അവരെ എടുത്ത് കൊണ്ടുവരുന്ന ഒരു വിദേശങ്ങളും. അപ്പൊ ഇതുവഴി അവരെ കൺട്രോളിൽ കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ അവരുടെ കൺട്രോളിൽ വരുമ്പോൾ അവരുടെ ആർമി ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെ ഒതുക്കിയെടുക്കാൻ ഇത്തിരി വിഷമം തന്നെയാണത്. ഇനി അടുത്തത് ഡിവൈനിറ്റി. അതായത് ഡിവിനിറ്റി എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സൺ ഗോഡിന്റെ ഗ്രാൻഡ് സൺ ആണ് എംപറർ എന്നുള്ള ഒരു ബിലീഫ്. അതായത് അവരുടെ വിശ്വാസം അതായിരുന്നു, ജാപ്പനീസിന്റെ വിശ്വാസം അതായിരുന്നു. ദൈവമായി ഡിവൈനിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ ഡിവിഷൻ. ഇവിടെ നമുക്ക് ഉദ്ദേശിക്കുന്ന എന്താ വെച്ചാല് ഇംഗ്ലണ്ടിലും ഉണ്ട് ഇതേമാതിരി ഡിവൈൻ സോഴ്സ്, അല്ലെങ്കിൽ ഈശ്വരൻ ഞങ്ങളിൽ രാജാവല്ല, പോപ്പല്ല അതോറിറ്റി, ചർച്ചിന്റെ അതോറിറ്റി പോപ്പ് ആണെങ്കിൽ രാജ്യത്തിന്റെ അധികാരം രാജാവാണ് വലുത് എന്നുള്ളതാണ്. അപ്പൊ ഫ്രഞ്ച് നാഷണാലിറ്റിയിലും യൂറോപ്യൻ നാഷണാലിറ്റിയിലേക്ക് ഈ ഡിവൈൻ റൈറ്റ് തിയറി, അത് തിയറി ആയിട്ട് അവർ പ്രാക്ടീസ് ചെയ്തിരുന്നു. അതായത് ഞങ്ങളാണ് ദൈവം, വി ആർ ദ റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ഗോഡ് ഓൺ എർത്ത്, അതാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ ദൈവത്തിന്റെ ദേവദൂതന്മാരായി ഞങ്ങൾ നിങ്ങളെ ഭരിക്കുന്നു, ഇതാണ് ഉദ്ദേശം. യൂറോപ്പിൽ ഉണ്ടായിരുന്നതാണ്. അതേമാതിരി തന്നെ ഇവിടെ ജപ്പാനിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ജപ്പാനിലും ഇതേ പോളിസികൾ ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഗവൺമെന്റ് എന്താ പറയുന്ന വെച്ചാല്, അതായത് ഇതിനു ശേഷം എംപറർ, അതായത് ഇവിടത്തെ രാജാവ് ഈ ക്വാളിറ്റീനെ അല്ലെങ്കിൽ ഈ വിശ്വാസത്തിനെ പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ ആൾക്കാരോട് ഇനി മുതൽ ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കില്ല, അല്ലെങ്കിൽ ഇനി മുതൽ ഞങ്ങളല്ല നിങ്ങളുടെ ഗോഡ് എന്നുള്ള ലെവലിലേക്ക് വരും. ആ മിത്താണ് അവരുടെ. ഡയറക്റ്റ് ആയിട്ട് സൺ ഗോഡിന്റെ പിൻഗാമികളാണെന്നും അതുവഴി അവരുടെ രാജ്യം ഭരിക്കാനുള്ള പവർ അവരുടെ കയ്യിലാണെന്നും ഉള്ളത് മാറ്റണം. അതെങ്ങനെ മാറ്റാൻ പറ്റും? അതിനെ എഡ്യൂക്കേഷൻ സിസ്റ്റം വഴി വേണം മനസ്സിലാക്കാൻ. കാരണം അല്ലെങ്കിൽ വർഷമായിട്ടും പരമ്പരയായിട്ടും ഇത് ഈ കോൺസെപ്റ്റ് മനുഷ്യരിൽ ഉള്ളതാണ്. അപ്പൊ അതിനെ മാറ്റിയെടുക്കാനായിട്ട് അവർ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നു. ആ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൂടെ ബേസിസ് ആയിട്ട് ജപ്പാന്റെ ഈ വിശ്വാസം, യുണീക്നെസ് ഓഫ് ജപ്പാൻ, ഇന്നലെ ഞാൻ പറഞ്ഞതാണിത്, ഇത് ഇവരുടെ ഈ വിശ്വാസത്തിനെ മാറ്റിമറിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഇത് നിർബന്ധമായിട്ട് പറഞ്ഞു, ഇനി ഈ പരിപാടി ഗോഡിന്റെ പിൻഗാമികളാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഭരിക്കുന്നത് എന്നുള്ളത് പാടില്ല. അപ്പോ ഹിരോട്ടോ ഒരു റേഡിയോ ബ്രോഡ്കാസ്റ്റ് വഴി പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യണം. റിനൗൺസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അധികാരം, അതായത് ഡിവൈൻ പരമ്പരയായിട്ട് വരുന്ന ഞങ്ങൾ ദൈവത്തിന്റെ പിൻഗാമികളാണ്, അല്ലെങ്കിൽ സൺ ഗോഡിന്റെ പിൻഗാമികളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ ഭരിക്കാനുള്ള അധികാരമുണ്ട്. ആ വിശ്വാസത്തിനെ വേണ്ടാന്ന് വെക്കണം. ഇനി ഞങ്ങൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് റേഡിയോ വഴി ബ്രോഡ്കാസ്റ്റ് ചെയ്യിപ്പിച്ചു. കാരണം 1946 ന്യൂ ഇയേഴ്സ് നമ്മുടെ തിരുവിതാംകൂർ രാജാവിനുണ്ടല്ലോ, തിരുവനന്തപുരം ദാസൻ എന്നാണ് പറയുന്നത്. അതായത് അവർക്കാണ് അമ്പലത്തിലുള്ള പവർ കൂടുതൽ. തിരുവിതാംകൂറിലെ രാജാക്കന്മാരുടെ കുടുംബത്തിനാണ് ചില കൺസെഷൻസും ചില കണ്ടീഷൻസും ഉണ്ട്. അപ്പൊ അത് ഗവൺമെന്റിന്റെ അല്ല, അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി മാതിരിയാണ് പത്മനാഭസ്വാമി ടെമ്പിൾ അവർ നോക്കുന്നത്. അപ്പൊ അതേമാതിരി തന്നെ ഇവിടെ ഈ വിശ്വാസത്തിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ ആൾക്കാരെ മനസ്സിലാക്കി കൊടുക്കണം.
ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുത്ത് എങ്ങനെ കൊടുക്കാം, നല്ല വിധത്തിലും പബ്ലിക്കായിട്ട് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ അത് നടക്കാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് അവര് ഈ 1946 പുതുവർഷം പിറക്കുന്ന ദിവസം അല്ലെങ്കിൽ ന്യൂ ഇയർ ഡേയിൽ അന്ന് ജനങ്ങളോട് റേഡിയോ വഴി സംസാരിക്കുകയാണ് രാജാവ്. രാജാവ് പറയാണ്, ഇന്ന് മുതൽ ഞങ്ങളുടെ ഈ ഡിവൈൻ റൈറ്റ് തിയറി അല്ലെങ്കിൽ ഞങ്ങളുടെ രാജപരമ്പര, ദൈവത്തിന്റെ പരമ്പര എന്നുള്ള ആ വിശ്വാസം ഇല്ല. ഞങ്ങൾ നിങ്ങളിലെ ആൾക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജനങ്ങളുടെ വിശ്വാസം, ജനങ്ങളുടെ സ്നേഹം, ജനങ്ങളുടെ റെസ്പെക്ട്, മര്യാദ, ഇതിലെല്ലാത്തിലും കൂടെ ആയിരിക്കും ഞങ്ങൾ ഭരിക്കാൻ വരിക അല്ലെങ്കിൽ ഞങ്ങൾ കൺട്രോൾ ചെയ്യുക. അല്ലാണ്ട് പഴയ കാലത്ത് ഉണ്ടായിരുന്ന മാതിരി ഈ വിശ്വാസം സൺ ഗോഡിന്റെ പിൻഗാമികളാണെന്നോ അല്ലെങ്കിൽ ലെജൻഡറി ആയിട്ട് ഞങ്ങൾ ഭരിക്കാൻ അധികാരപ്പെട്ടവരാണ് എന്നുള്ള ആ വിശ്വാസം, ഡിവിനിറ്റി, ഡിവൈൻ റൈറ്റ് തിയറിനെ രാജാവിനെ കൊണ്ട് ഹിറോഹോട്ടോ റിനൗൺസ് ചെയ്യാണ്. റിനൗൺസ് ചെയ്യിച്ചാൽ ഉതിർത്തു മാറ്റുന്നു, ഇല്ല എന്ന് പറയുന്നു, പ്രഖ്യാപിക്കുകയാണ്. ആ പ്രഖ്യാപിച്ചിട്ട് അവര് സാധാരണ നിങ്ങൾ വിശ്വസിച്ച്, നിങ്ങൾ മ്യൂച്വലായിട്ട് പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കണം, സ്നേഹിക്കണം, റെസ്പെക്ട് ചെയ്യണം, അങ്ങനെയുള്ള ഒരു ഗവൺമെന്റ് ആയിരിക്കും വരാൻ പോകുന്നത്. അല്ലാണ്ട് പണ്ട് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന മാതിരി ഈ സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് അല്ല എന്ന് പറയിപ്പിക്കുകയാണ് പുതുവർഷത്തില് 1946. ഇനി ഇതിനു ശേഷമാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അപ്പൊ ഡ്രാഫ്റ്റ് ചെയ്ത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കണം. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ഭരണഘടന. അപ്പോൾ ഈ ഭരണഘടന ഉണ്ടാക്കണമെങ്കിൽ ആദ്യം എല്ലാരും കൂടെ, ഓക്യുപ്പേഷൻ അതോറിറ്റീസ് എല്ലാരും കൂടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഭരണഘടന ഉണ്ടാക്കാനുള്ള ഒരു പുറപ്പാടാണ് വരുന്നത്. ഈ ഭരണഘടന വഴി പല വിധത്തിലുള്ള ഡ്രാഫ്റ്റുകൾ അവരുണ്ടാക്കി. ജാപ്പനീസിന്റെ ഗവൺമെന്റ്, അതായത് ആദ്യമായിട്ട് ചെയ്തത് ജപ്പാന്റെ ആൾക്കാർ തന്നെ, ഗവൺമെന്റ് തന്നെ, സിദിഹാരോ കിജോറോ ആ ഡിപ്ലോമാറ്റ് അല്ലെങ്കിൽ ആ കമ്മിറ്റി ഹെഡ് ചെയ്തു. അതായത് ജാപ്പനീസിന്റെ ഗവൺമെന്റിന്റെ ആള് തന്നെ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി തലപ്പത്തിരിക്കുകയും, ഡിപ്ലോമാറ്റ് എന്നാണ്, നയതന്ത്രം ആള്. അതിനുശേഷം മാക്കാർദർ ഒരു ഡ്രാഫ്റ്റിന് വളരെ കോഷ്യസ് ആയിട്ട് പഠിക്കുന്നു. കാരണം അതേ ആർദർ വന്ന് ആർദറുടേതായ ആൾക്കാരെ വെച്ചിട്ട് ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കുന്നു. കാരണം ഇവിടെ അവർക്ക് പല വിധത്തിലുള്ള ജാപ്പനീസ് ഗവൺമെന്റിന്റെ ആൾക്കാർ കമ്മിറ്റി ഹെഡ് ചെയ്ത് പോയാൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ അതിൽ എഴുതി കൂട്ടും അല്ലെങ്കിൽ ചേർക്കും. അത് പാടില്ല. ഡെമോക്രാറ്റിക് ആയിട്ട് ജനാധിപത്യമായ ഒരു സിസ്റ്റത്തിൽ കൂടെ ഈ ഡ്രാഫ്റ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് മാക്കാർദർ വേറെ കുറച്ച് ആൾക്കാരെ വെച്ച് ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കുന്നു. ഇതിനുശേഷം ഈ ഡ്രാഫ്റ്റിന് ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഗവൺമെന്റ് സെക്ഷൻ അവിടേക്ക് അയക്കുകയും, ഏർലിയിൽ 1946 അത് അവിടേക്ക് മാറ്റുകയും, അല്ലെങ്കിൽ അവർക്കൊന്ന് പരിശോധന അല്ലെങ്കിൽ ജനറൽ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാനും. അതിനുശേഷം നവംബർ ഏർലിയിലാണ് ഇത് അയക്കുന്നത്. 1946 തുടക്കത്തിൽ അയച്ചു കഴിഞ്ഞാലും നവംബർ ആകുമ്പോഴത്തേക്കും ഒരു വിധത്തിൽ ആ സെറ്റപ്പ് ആയിട്ട് ഡ്രാഫ്റ്റിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയ്ക്ക് വേണ്ട വിധത്തിലുള്ള സെറ്റിംഗ് അപ്പൊക്കെ കൊണ്ടുവരുന്നു. ഇനി സോവർണിറ്റി ട്രാൻസ്ഫർ, അതായത് അധികാരമാറ്റം. ഈ അധികാരമാറ്റത്തിന് എംപററിൽ നിന്ന് ജനങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത് ഭരണാധികാരം, ഭരണത്തിന്റെ രാജാവിനുള്ള അധികാരം ഗവൺമെന്റ് ആയ എംപറർ അല്ലെങ്കിൽ ഇത് ജനങ്ങളിലേക്ക് മാറുക, സോവർണിറ്റി മാറുക. അതായത് പുതു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമ്മൾ നേരത്തെ വായിച്ച നിങ്ങളുടെ ട്രസ്റ്റിൽ നിന്നൊക്കെ പറഞ്ഞ് വായിച്ച മാതിരി തന്നെ. അപ്പോൾ ഈ എംപറർ എന്താവുന്നു? ഒരു സ്റ്റേറ്റ് ആവുന്നു, ഒരു ആൾക്കാരുടെ ഒരു യൂണിറ്റിന്റെ റെപ്രസെന്റേറ്റീവ് മാതിരി ആവുന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോവർണിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ അധികാരവും, ഗവൺമെന്റിന്റെ അധികാരങ്ങൾ ജനങ്ങളിൽ
പ്രക്ഷുബ്ധമായിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ വരുമ്പോ ഫാർ റീച്ചിങ് ചേഞ്ചസ് ആണ് വരുന്നത്. പ്രിൻസിപ്പിൾസ് മേജി കോൺസ്റ്റിറ്റ്യൂഷനിൽ നേരത്തെ നമ്മൾ കണ്ടതും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ആക്കി നോക്കുമ്പോൾ വളരെ വ്യത്യാസങ്ങളുണ്ട്. അതേമാതിരി തന്നെ ദ ഡയറ്റ് എന്ന് പറഞ്ഞ അവരുടെ അസംബ്ലി അത് 2 ഹൗസായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. അതിൽ നമ്മൾ നേരത്തെ കണ്ടു ഹൗസ് ഓഫ് പിയേഴ്സ്, നേരത്തെ ഉണ്ടായിരുന്ന ഹൗസ് ഓഫ് പിയർ ഗ്രൂപ്പ് ചേഞ്ച് ചെയ്ത് വന്നിട്ട് എന്താ ഇപ്പൊ വരുന്നത്, ഹൗസ് ഓഫ് കൗൺസിലേഴ്സ് എന്ന് വരുന്നു. അതേമാതിരി തന്നെ ഈ മെയിൻ ലെജിസ്ലേറ്റീവ് പവർ, ഭരണഘടന എല്ലാ വിധത്തിലെ ഭരണയ്ക്ക് ഉണ്ടാക്കാനുള്ള പവർ ലോവർ ഹൗസിലാണ് വരുന്നത്, ലോവർ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ്, കൗൺസിൽ അല്ല. അപ്പോൾ ഈ 2 ഹൗസ് നേരത്തെ ഉണ്ട്. ഈ 2 ഹൗസിൽ ആദ്യത്തെ ഹൗസിന്റെ പേര് മാറ്റം വരുന്നു, കൗൺസിൽ ഹൗസ് ഓഫ് കൗൺസിലേഴ്സ് എന്ന് വരുന്നു. ദ ക്യാബിനറ്റ് എന്ന് വെച്ചാൽ വലിയൊരു സംഘമാണ്, കളക്റ്റീവായിട്ട് റെസ്പോൺസിബിൾ. 2 ലോവർ ഹൗസും അപ്പർ ഹൗസും ഒരുമിച്ച് ഡയറ്റിനോട് റെസ്പോൺസിബിൾ ആയിരിക്കണം. ജുഡീഷ്യറി അതായത് നിയമപരമായ കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. അതായത് 2 ഹൗസിലുള്ളവരും നിയമം അവരുടെ കയ്യിൽ വരാൻ പാടില്ല. അപ്പോ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ജുഡീഷ്യറി ഉണ്ടായാൽ മാത്രമേ അവിടെ ന്യായം ശരിയായി നടക്കുകയുള്ളൂ. അപ്പോ ഈ മേജർ ആയിട്ടുള്ള മേജി കോൺസ്റ്റിറ്റ്യൂഷനിൽ വളരെ വ്യത്യാസം ഉണ്ടായിരുന്നു. ആ വ്യത്യാസങ്ങൾ എന്താന്ന് മേജി കോൺസ്റ്റിറ്റ്യൂഷനും ഇപ്പോഴത്തെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ. ആദ്യം അവര് ലേഡീസിന് വോട്ട് ചെയ്യാനും, ഇപ്പോഴത്തെ ഇതില് ലേഡീസിന് വോട്ട് ചെയ്യാനും ആണുങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ പുരുഷനൊപ്പം തുല്യത, ലീഗൽ ഇക്വാളിറ്റി, തുല്യത കിട്ടണം. അത് അപ്പൊ തുല്യമായ അവകാശം, സ്ത്രീ പുരുഷ അവകാശം, ലീഗലി ഇക്വാളിറ്റി, ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. നേരത്തെ പുരുഷ മേധാവിത്വമായിരുന്നു, അത് പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു ചേഞ്ച് അവിടെ കൊണ്ടുവന്നു. ഇതിനുശേഷം ലോക്കൽ ഓട്ടോണമി, അതായത് അവർക്ക് ലോക്കലായിട്ടുള്ള ഓട്ടോണമി എഴുതിയെടുക്കാനും കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി കൊണ്ടുവന്ന് വെച്ചു. ഇതിൽ കൂടെ റാഡിക്കൽ ഡിപ്പാർച്ചർ ആർട്ടിക്കിൾ 9 അതുവഴി അവരുടെ റിനൗൺസ് ചെയ്യിക്കുകയാണ്. വാറിന് ഇനി ജപ്പാനിന് ഒരു കൺട്രി വാർ ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഇല്ല എന്നുള്ളത് അവിടെ ഈ ആർട്ടിക്കിൾ 9 വഴി ഡിപ്പാർട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിൽ എഴുതി ഉണ്ടാക്കി കൊണ്ടുവരാണ്. ഇനി അതിനുശേഷമാണ് ഭരണഘടന ഉണ്ടാക്കിയ ശേഷമാണ് ജനറൽ ഇലക്ഷൻസ് നടക്കുന്നത് 46. ഈ ജനറൽ ഇലക്ഷൻ വഴി പുതിയ സ്ട്രക്ചർ കൊണ്ടുവരുന്നു, ഹോം മിനിസ്ട്രി വരുന്നു, പോലീസ് കൊണ്ടുവരുന്നു. പോലീസിന് കൺട്രോൾ ഓവർ മനുഷ്യരെ കൺട്രോൾ ചെയ്യാൻ സ്മോളർ യൂണിറ്റ്സ് ആക്കി മാറ്റി അതിന് അതോറിറ്റിനെ റെഡ്യൂസ് ചെയ്യുന്നു. ഇനി ലേബർ, അതായത് സാധാരണക്കാരായ ലേബർക്ക് ഗ്യാരണ്ടി ചെയ്ത അവർക്ക് റൈറ്റ് ടു ഓർഗനൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസ് ചെയ്യാൻ, കൂട്ടം കൂടാനുള്ള റൈറ്റ്. കളക്റ്റീവ് ആക്ഷൻ, അതേമാതിരി ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാം. കമ്മ്യൂണിസ്റ്റ് അതേമാതിരി പ്രോഗ്രസീവ്, ഇവരെയൊക്കെ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ ജയിലിൽ അടപ്പിക്കും ബിഫോർ ദ വാർ. അപ്പോ ഈ ഓപ്പോസിഷൻ ടു ദ ഗവൺമെന്റ് പോളിസീസ് നേരത്തെ ഉണ്ടായിരുന്ന ഇങ്ങനത്തെ പോളിസികളെല്ലാം ഇവരിവിടെ ഇല്ലാതാക്കി. കാരണം നേരത്തെ ഗവൺമെന്റ് സമ്മതിച്ചിരുന്നില്ല. കമ്മ്യൂണിസം പറയുക അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുക, കളക്റ്റീവായിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവരെയൊക്കെ ഗവൺമെന്റ് പിടിച്ചകത്തിടും. അത് പാടില്ല, അത് പോയി. ഇനി പോസ്റ്റ് വാർ ജനറൽ ഇലക്ഷൻ ആദ്യമായിട്ട് നടക്കുന്നത് ഏപ്രിൽ 1946 ഈ ക്യാബിനറ്റ് ചെയ്ത ക്ലിയർ മെജോറിറ്റി ഭരണം. അതിനുശേഷം യോഷിഡ ഷിറുക്കു പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരികയും അത് ഒരു അൺസ്റ്റേബിൾ ഗവൺമെന്റ് ഹെഡായിട്ട് വരുന്നു. ഒരു പാർട്ടിക്കും ഫുള്ളായിട്ട് മെജോറിറ്റി കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റം അവിടെ നടപ്പിലാക്കുന്നത്.
ഇനി ഇലക്ഷൻ സിസ്റ്റം US മോഡലിലേക്ക് മാറ്റുന്നു. അപ്പൊ ഈ റെഫറൻസ് എന്താന്ന് പറഞ്ഞാൽ യുണീക്ക് ആയിട്ടുള്ള ജപ്പാന്റെ സിസ്റ്റം നോക്കുമ്പോൾ ഹൈ ആയിട്ട് ഇവര് എഡ്യൂക്കേഷൻ സിസ്റ്റം വഴിയാണ് അവർ കൺട്രോൾ ചെയ്യുന്നത്. ആ ഓക്യുപ്പേഷനിലെ ഗവൺമെന്റ് മിനിസ്ട്രി ഉണ്ടായിരുന്നല്ലോ, എഡ്യൂക്കേഷൻ മിനിസ്ട്രിയും യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ബേസിലുള്ള സിസ്റ്റമാണ് അവിടെ അഡോപ്റ്റ് ചെയ്തത്. എഡ്യൂക്കേഷൻ സിസ്റ്റം US അമേരിക്കയിൽ എങ്ങനെയായിരുന്നു അതുമാതിരി ഇവിടെ അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം 6 വർഷം കമ്പൽസറി ആയിട്ട് പ്രൈമറി എഡ്യൂക്കേഷൻ എല്ലാവർക്കും വേണം. 6 കൊല്ലം നിർബന്ധമായിട്ടും പ്രൈമറി ലെവലിലുള്ള എഡ്യൂക്കേഷൻ വേണം. അതിനുശേഷം 3 വർഷം സെക്കൻഡറി ലെവലിലുള്ള എഡ്യൂക്കേഷൻ വേണം. അതിനുശേഷം 3 വർഷം ഹൈസ്കൂൾ ലെവലിലുള്ള എഡ്യൂക്കേഷൻ വേണം. അതിനുശേഷം 4 വർഷം യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ വേണം. അപ്പൊ ഈ സിസ്റ്റം 6, 3, 3, 3 ഈ ലെവലില് നാലാമത്തത് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ, യൂണിവേഴ്സിറ്റി ലെവൽ പഠിത്തത്തിന്റെ സിസ്റ്റം മോഡലാണ് അവർ US മോഡലാണ് അവർ എടുത്തത്. കോ എഡ്യൂക്കേഷൻ, അതായത് ലേഡീസും ജെന്റ്സും ഒരുമിച്ച് പഠിക്കാനുള്ളതും സമ്മതിച്ചു. അപ്പോൾ ഈ ഡീസെൻട്രലൈസേഷനും ഇതെല്ലാം വന്നപ്പോഴത്തേക്കും ക്രൂഷ്യലായിട്ട് ഡെമോക്രാറ്റിക് സിസ്റ്റത്തിന്റെ എഫക്റ്റിലേക്ക് അവർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കണോമിക് കണ്ടീഷൻസിനെ പറ്റി പോകാം. ഇക്കണോമിക് കണ്ടീഷൻ, സിവിലിയൻ ഗുഡ്സ് എക്കോണമി ഉണ്ട്, പർച്ചേസിങ് വാർ എഫേർട്ടിലേക്ക് വരാൻ പാടില്ല, ഇൻഫ്ലേഷൻ, ഭക്ഷ്യക്ഷാമം, ഇതൊക്കെ സിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ സ്റ്റാർവേഷൻ ഉണ്ട്. ചൈനയിൽ നിന്നും ഫിലിപ്പൈൻസിലൊക്കെ ജാപ്പനീസ് റൂളിൽ അവർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സ്കാപ്പ് ഒരു വളരെ പവർഫുൾ ആയിട്ട് ഒരു ഡിസിഷൻ എടുത്ത് ഇൻഡസ്ട്രിയൽ കപ്പാസിറ്റിയാർക്കും ഒരു 70% ഈ റൂറൽ പോപ്പുലേഷൻ ഉള്ളവരാണ്. ഇവിടെ ലാൻഡ് ഒക്കെ അല്ലെങ്കിൽ ഭൂമിയൊക്കെ ഒരു കോൺഫിസ്കേഷൻ ചെയ്ത ലാൻഡിനെയൊക്കെ ഒരു സീലിംഗ് വെച്ച് കോൺഫിസ്കേഷൻ ചെയ്ത് അത് റൂറൽ എങ്ങനെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വഴി റൂറലൈസ് ചെയ്യാൻ നോക്കുകയാണ്. ഇനി റിവേഴ്സ് കോഴ്സിൽ വരുമ്പോ 1950 നാഷണൽ പോലീസ് റിസർവ് കോഴ്സ് സെറ്റപ്പ് ചെയ്തിരുന്നു. 54 സെൽഫ് ഡിഫൻസ് ഉണ്ടായിരുന്നു. അതും അതേമാതിരി ഡിഫൻസ് റിവേഴ്സ് ചെയ്ത് സെറ്റപ്പ് ചെയ്യുന്നു. സാൻ ഫ്രാൻസിസ്കോ ട്രീറ്റി വന്ന് 1951 ബൈലാറ്ററൽ, 2 ബൈലാറ്ററൽ വിധത്തിലുള്ള മ്യൂച്വൽ ട്രീറ്റിയും കൺക്ലൂഡ് ചെയ്യുന്ന ജപ്പാന്റെ ഇൻക്രീസിംഗ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി അവർ തന്നെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അതേമാതിരി ഓക്യുപ്പേഷൻ പവേഴ്സ് ജപ്പാൻ ഇൻഡിപെൻഡന്റ് ആക്കണം, ന്യൂ ഗവൺമെന്റ് കൊണ്ടുവരണം, റിവേഴ്സ് ചെയ്ത് കൊണ്ടുവന്ന് ഓക്യുപ്പേഷൻ എടുത്തിട്ട് ഗവൺമെന്റിന്റെ റൂൾസ്, പുതിയ ചേഞ്ച് ആയ ജപ്പാന്റെ റൂൾസ് ബെനിഫിറ്റ് ചെയ്യണം. അതേമാതിരി തന്നെ US ക്യാപിറ്റലിനും അവരുടെ US ക്യാപിറ്റൽസും US ടെക്നോളജിയും എല്ലാം യൂസ് ചെയ്യാം. ആക്സസ് കിട്ടുന്നുണ്ട്. ആ ആക്സസ് കിട്ടിയ അവർക്ക് അതിനെ യൂട്ടിലൈസ് ചെയ്യാം. ഇനി പൊളിറ്റിക്കൽ പാർട്ടി സിസ്റ്റം എങ്ങനെ വരുന്നു, പാർട്ടി ഡോമിനേറ്റ് ചെയ്യുന്നതും ഇലക്ട്രൽ പ്രോസസ്സിന് ഇലക്ഷൻ എങ്ങനെ നടത്തണം, 6ാമത്തെ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിന്റെ ജനറൽ ഇലക്ഷൻസ് നടന്ന് അത് പവറിലേക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. 74 വരെ ഒരു മിറാക്കിൾ, ഒരു അതിശയം. ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റീസ് 36% നിന്ന് GNP കൊണ്ടുവരുന്നു. അതിനുശേഷം അവർ മീഡിയ റെസ്റ്റോറേഷൻ വഴിയും അതേമാതിരി പോസ്റ്റ് വാർ ജപ്പാന്റെ ഇൻകം ഡബിളിംഗ് പ്ലാൻ എടുത്തു കൂട്ടുകയും അതുവഴി സിംബിളൈസ് ചെയ്ത് ക്രിയേഷൻ പ്രോസ്പെറിറ്റി ഉണ്ടാക്കാനായിട്ട് വരുന്നു. 1960 ജപ്പാന്റെ GNP വേൾഡിന്റെ ലാർജസ്റ്റ് GNP ആയി മാറുകയും 68 അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കഴിഞ്ഞാൽ ജപ്പാൻ എന്നുള്ള ലെവലിൽ സെക്കൻഡ് ഗ്രേഡിലേക്ക് കൊണ്ടുവരുന്നു. എക്കണോമിക് ഗ്രോത്തും വലിയ വിധത്തിൽ നടന്നു പോവാണ്. അത് പല വിധത്തിലുള്ള ടെലിവിഷൻ, വാഷിംഗ് മെഷീൻ, ഇൻഡസ്ട്രീസ്, ഇതൊക്കെ റെഫ്രിജറേറ്റേഴ്സ്, ട്രാൻസ്ഫോമർ, എല്ലാവർക്കും സൗകര്യങ്ങൾ കൂടി വരികയാണ്. ഓയിൽ ഷോക്ക് കിട്ടുന്നത് OPC എപ്പോഴാണോ 73 സപ്ലൈ ഓയിൽ സപ്ലൈ കട്ടാവുന്നത്, അപ്പൊ ജപ്പാന് പുറത്തുനിന്ന് ഓയിൽ കൊണ്ടുവരേണ്ടി വരുന്നു. അപ്പൊ അതിന്റെ എക്കോണമി, അവരുടെ എക്കോണമി തകർന്നു പോകും. ഈ എക്കോണമി തകർന്നു പോകുമ്പോഴത്തേക്കും ഇവരുടെ 70% അങ്ങനെ അവര് വളരെ വളരെ
കാര്യമായിട്ട് 1600 കാറുകൾ പല വിധത്തിലുള്ള ഇമ്പ്രൂവ്മെന്റ് US-ന്റെ ഒപ്പത്തിനൊപ്പം വരുന്നു. മൈസോൺ നുക്രോ പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരികയാണ് ഈ സബ്സിക്വന്റ് ആയിട്ടുള്ള സമയത്ത്. അങ്ങേരുടെ ഡിപ്ലോമസി വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് നയതന്ത്രപരമായി പേഴ്സണൽ റിലേഷൻഷിപ്പ് റൊണാൾഡ് റീഗന്റെ കൂടെ വെക്കുകയും അതിനുശേഷം എല്ലാവിധ ഇംപ്ലിമെന്റ് കമ്മിറ്റി വഴി വരുന്നു. നാഷണൽ മേക്ക് ഓവർ ആണ് PM ചെയ്യുന്നത്. ഈ നാഷണൽ മേക്ക് ഓവർ വഴി ജപ്പാന്റെ റെയിൽവേ കമ്മ്യൂണിക്കേഷൻസ്, ടെലികമ്മ്യൂണിക്കേഷൻ എല്ലാം വളരെ വൃത്തിയായിട്ട് ജപ്പാൻ എടുക്കുന്നു. ഇതോടുകൂടി ജപ്പാന്റെ ട്രഡീഷണലി ആയിട്ടുള്ള വേറെ വിധത്തിലുള്ള ഗവൺമെന്റ് ജപ്പാന്റെ പോളിസി, ഫോറിൻ പോളിസി വളരെ കാര്യമായിട്ട് ഗ്രേറ്റർ റോളിൽ വർക്ക് ചെയ്യും. അത് കൂടി അവർ എക്കണോമിക് പവർ എടുക്കുകയും പുതിയതായിട്ടുള്ള ഒരു ഡെവലപ്പിംഗ് നേഷൻ ആയിട്ട് മാറുകയും ചെയ്യുന്നു. ഇതേ സമയത്ത് തന്നെ ജപ്പാൻ എക്കണോമിക് ടെൻഷൻസ് ഉണ്ട് USA ആയിട്ട്. പക്ഷെ യൂറോപ്യൻ കമ്മ്യൂണിറ്റി ആയിട്ട് ക്രിറ്റിസിസം ഉണ്ടെങ്കിൽ കൂടിയും അവരുടെ ക്ലോസ്ഡ് മാർക്കറ്റ് വഴിയും ഫോറിൻ എക്സ്ചേഞ്ച് വഴിയും കോമ്പറ്റേറ്റേഴ്സിന്റെ കൂടെ അവര് ഇൻവെസ്റ്റ്മെന്റ് ഡെവലപ്പിംഗ് വേൾഡിലേക്ക് റെഡ്യൂസ് ചെയ്തിട്ട് അവർ എക്സ്റ്റെൻഡ് ചെയ്ത് മാർക്കറ്റ് എടുക്കുന്നു. ജപ്പാൻ വളരെ ശ്രമപൂർവ്വം വലിയ ഒരു കൺട്രിയായി മാറുകയും ചെയ്യുന്നു. ഈ സമയത്ത് തേർഡ് വേൾഡ് കൺട്രി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ നല്ല വിധത്തിൽ മനസ്സിലാക്കാൻ ഇത് യൂണിറ്റ് തീരുകയാണ്. നന്ദി, നമസ്കാരം.